നമസ്കാരം, ഞാൻ ശ്രീജിത്ത് അസേ. ഇപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം, ഇന്നലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. അതിൽ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ നടത്തിയ ചില വോട്ട് കൊള്ള അല്ലെങ്കിൽ വോട്ട് അനധികൃതമായിട്ട് കൈയടക്കി അങ്ങനെ വിജയം നേടിയെടുത്ത കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് തെളിവടക്കം തന്നെ അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിക്കാരൻ കാണിച്ച ഒരു മോഡലിൻ്റെ കാര്യം, ബ്രസീലിയൻ മോഡലിൻ്റെ കാര്യവും പിന്നെ അതുപോലെ തന്നെ വോട്ടുകൊള്ള നടത്തിയതിൻ്റെ മറ്റ് തെളിവുകളും കണക്കുകളും ഒക്കെ ഇന്നലെ ബോധിപ്പിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, 2014 ആണ് നരേന്ദ്രമോദി ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അതിനുശേഷം 2019 തിരഞ്ഞെടുപ്പിൽ വീണ്ടും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായിട്ട് വന്നു. മൂന്നാമത്തെ ചാൻസിൽ 2024 തിരഞ്ഞെടുപ്പിൽ വീണ്ടും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചു. നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലുണ്ടായി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ കൈയടക്കി ഭരിച്ചിട്ടുള്ള ഒരു ചരിത്രമാണ് ഇന്ത്യയിലുള്ളത്. മുഗൾ ഭരണം തൊട്ട് അലക്സാണ്ടർസ് ഇൻവേഷൻ മുതൽ തുടങ്ങി മുഗൾ ഭരണം തൊട്ട് പിന്നെ അതിൻ്റെ കീഴ്പോട്ടുള്ള ബ്രിട്ടീഷ് ഭരണം, 250 കൊല്ലക്കാലമുള്ള ബ്രിട്ടീഷ് ഭരണവും ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യ എപ്പോഴും കീഴടക്കി ഭരിക്കുവാൻ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുവാൻ വിധിക്കപ്പെട്ട ഒരു രാജ്യമാണെന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നൊരവസ്ഥയിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തോടുകൂടെ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടെ ഹൈന്ദവർക്ക് ഒരു രക്ഷകനെ കിട്ടിയതുപോലെയാണ് ശരിക്കും തോന്നിയിട്ടുള്ളത്. ഇന്ത്യയുടെ യഥാർത്ഥ ജനതയായിട്ടുള്ള ഹൈന്ദവ ജനതയ്ക്ക് ഒരു രക്ഷകനെ കിട്ടിയതുപോലെയാണ് നമ്മളൊക്കെ കരുതിയിട്ടുള്ളത്. പക്ഷേ എന്നിരിക്കലും ഹൈന്ദവരിൽ തന്നെ താഴെക്കിടയിലുള്ളവർക്കൊന്നും രക്ഷ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ശരി തന്നെ നരേന്ദ്രമോദി കഴിഞ്ഞ 10, 12, 13 വർഷം കൊണ്ട് ഇന്ത്യ ഭരിക്കുകയാണ്. ഇനിയും കുറേ കാലം കൂടെ ഭരിക്കും. പ്രതിപക്ഷം എത്ര കടന്ന് തന്ത്രം മെനഞ്ഞാലും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വെളിപ്പെടുത്തിയാലും ഒരു ഈശ്വര നിശ്ചയം എന്നതിൻ്റെ പേരിൽ, ശരിക്കും പറഞ്ഞാൽ ദൈവനിശ്ചയം, ഈശ്വര നിശ്ചയം എന്നുള്ളതിൻ്റെ പേരിൽ നരേന്ദ്രമോദി തന്നെ ഭരണം തുടരാനാണ് സാധ്യത. വേണമെങ്കിൽ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കാനും മടിക്കില്ല എന്നർത്ഥം.